ദേവി മാഹാത്മ്യം. ലോകമാതാവേ നാഥേ ശരണ്യേ നാരായണീ ഭോഗമോക്ഷദേ സർവമംഗലേ വിഷ്ണുമായേ. പാർവതി ഭഗവതി ഭാരതി ലക്ഷ്മീ ദേവി ദേവവാഹിനി ഗംഗേ ഭുവനേശ്വരി ഭദ്രേ. നിൻ തിരുവടി മമ നാവിന്മേൽ വസിക്കണം, സന്തതം വന്ദിക്കുന്നേൻ കരുണാലയേ തായേ. കുംഭീന്ദ്രവദനനാം തമ്പുരാൻ ലംബോദരൻ സംപ്രതി വിഘ്നം തീർത്തു തുണച്ചിടുക വേണം. കുംഭീന്ദ്രാസുരപരിപന്ധിയാം മഹേശനും കുംഭീന്ദ്രൻ തന്നെ പരിപാലിച്ച മുകുന്ദനും അംഭോജോദ്ഭവൻ താനും നാരദ മുനീന്ദ്രനും ജംഭാരി മുമ്പായുള്ള നിലിംബ കദംബവും വേദവ്യാസനുമാദികവിയാം വാൽമീകിയും വേദാംഗജ്ഞന്മാരായ ഭൂദേവന്മാരും രാമനാമാചാര്യനുമാവോളം തുണയ്ക്കണം. മാമുനിശ്രേഷ്ഠൻ മാർക്കണ്ഡേയനും തുണയ്ക്കണം. ദേവി തൻ മാഹാത്മ്യത്തെ ചൊല്ലുവാൻ കിളിമകളാവോളം വന്ദ്യന്മാരെ വന്ദിച്ചു ചൊല്ലിടിനാൾ. സാവർണ്യനാകുമെട്ടാം മനുതൻ മാഹാത്മ്യവും പൂർവജന്മാദികളും കേട്ടുകൊള്ളുവിനെങ്കിൽ ആദിത്യതനയനായി ദേവി തൻ ഭക്തന്മാരിലാധിക്യം കലർന്നിടുമഷ്ടമ മനുശ്രേഷ്ഠൻ. മുന്നമസ്വാരോചിഷ്മാവാകിയ മന്വന്തരേ മന്നവൻ ചൈത്രവംശം തന്നിലുദ്ഭൂതനായാൻ. നാമവും സുരധനെന്നെത്രയും കീർത്തിയോടെ ഭൂമിയെ അടക്കി വാണിടിനാൻ ചിരകാലം. ഔരസന്മാരാം പുത്രന്മാരെ എന്നതുപോലെ പാരിലെ പ്രജകളെ രക്ഷിച്ചാൻ വഴി പോലെ. അക്കാലം ലോകവിധ്വംസികളാം ശത്രുക്കളോടുൾക്കരുത്തോടു യുദ്ധം ചെയ്തു തോറ്റതു നേരം പൃഥ്വീമണ്ഡലമെല്ലാം ശത്രുക്കളടക്കിനാരെത്രയും വിഷണ്ണനായി ചമഞ്ഞാൻ സുരധനും. നിജദേശാധിപനായി ചമഞ്ഞാനതു കാലം സ്വജനങ്ങൾക്കും ബഹുമാനമില്ലാതെ വന്നു. ദുഷ്ടന്മാരേറ്റം ബലവാനാന്മാരമാത്യന്മാരൊന്നൊഴിയാതെ കോശമടക്കിക്കൊണ്ടാരല്ലോ. അക്കാലം ഹൃത്തസ്വാമ്യനാകിയ സുരധനും ദുഃഖിച്ചു പുരത്തിങ്കലിരിക്കും കാലത്തിങ്കൽ ഏകാകിയായി നൃപൻ കുതിരപ്പുറമേറി ശോകേന വനം പൊക്കു മൃഗയാവ്യാജത്തോടെ. തത്രൈവ കാണായിതൊരാശ്രമം മനോഹരമുത്തമൻ സുമേധസാം താപസൻ വാഴും ദേശം. ഭൂപതി തപോധനപാദങ്ങൾ വണങ്ങിനാൻ. താപസപ്രവരനാൽ സൽകൃതനായ നൃപൻ അങ്ങനെ പലദിനമവിടെ
വാണിടിനാൻ അങ്ങോട്ടിങ്ങോട്ടും പെരുമാറിനാൻ വനാശ്രമേ. അക്കാലം മനസ്സിങ്കൽ മമത്വം വർദ്ധിക്കയാൽ ഉൾക്കാമ്പിലോരോ വിഷയങ്ങളെ നിരൂപിച്ചു. എന്നുടെ രാജ്യം മുന്നം കഴിഞ്ഞ രാജാക്കന്മാർ നന്നായി പരിപാലിച്ചിടിനാർ ധർമ്മത്തോടെ. ഞാനും അവണ്ണം തന്നെ രക്ഷിച്ചേൻ പലകാലം. ദാനധർമാദികളും വഴിയേ ചെയ്തേനല്ലോ. ഇക്കാലമസദൃത്തന്മാരായോരമാത്യന്മാർ ദുഃഖിപ്പിച്ചിടുകയോ മൽപ്രജകളെയെല്ലാം സൽക്കാരപൂർവം വഴിയെ പരിപാലിക്കയല്ലോ. നിഷ്കൃപന്മാരെത്രയുമെന്തറിയാവതയ്യോ, ശൂരനാം കരിവരനെന്തു ചെയ്യുന്നിതപ്പോൾ. വൈരികളുടെ വശത്തായി വന്നു വിധിവശാൽ. ആരുള്ളതെന്നെപ്പോലെ ലാളിപ്പാനവനുമറ്റാരാനും കൊടുത്താലും ഭുജിക്കയില്ല മുന്നം. എന്നെ സേവിച്ചു പൊറുത്തിടിന ജനങ്ങൾക്കും അന്യഭൂപാലന്മാരെ സേവിച്ചാൽ പൊറുതിയോ. പുത്രനും പത്നി താനുമെന്തു ചെയ്യുന്നോരിപ്പോൾ, വൃത്തി രക്ഷിക്കയോ ദുർവൃത്തി കൈക്കൊള്ളുകയോ. സ്വർഗതുല്യങ്ങളായ ഭവനനികരവും സ്വർഗസ്ത്രീകൾക്കു തുല്യന്മാരായ നാരിമാരും എന്തു ചെയ്വതു പാർത്താലേതുമൊന്നറിഞ്ഞില്ല. സന്തതമസദ്വയം ചെയ്കയോ ധനമെല്ലാം. ഇത്തരം പല പല ചിന്തയാ വിവശനായെത്രയും പീഡയോടും വർത്തിക്കും ദശാന്തരേ. കാണായിതൊരു വൈശ്യൻ തന്നെയുമൊരു ദിനം ക്ഷോണീപാലനുമവൻ തന്നോടു ചോദ്യം ചെയ്താൻ. ആരെടോ ഭവാനിഹ കാനനെ വന്നിടുവാൻ, കാരണമെന്തു മുഖം വാടുവാനെന്തു മൂലം. ഏതാനുമൊരു ദുഃഖമുണ്ടെന്നു തോന്നും കണ്ടാൽ സാദരം പരമാർത്ഥം ചൊല്ലുകെന്നോടു സഖേ. ഇത്തം ഭൂപതി വാക്യം കേട്ടൊരു വൈശ്യൻ താനും എത്രയും വിനീതനായൊരുത്തരമുര ചെയ്താൻ. എങ്കിലോ സമാധിയാം വൈശ്യൻ ഞാനറിഞ്ഞാലും സംഖ്യയില്ലാതെ ധനമുണ്ടുമൽ ഗൃഹത്തിങ്കൽ. അർത്ഥലോഭികളായ പുത്രധാരാദികളാൽ അത്യർത്ഥം നിരർത്ഥനായി ദുഃഖിച്ചു പുറപ്പെട്ടേൻ. അവർക്കു കുശലമോ കുശലമല്ലെന്നോ താൻ. പ്രവൃത്തി എന്തെന്നെല്ലാം ഏതുമൊന്നറിഞ്ഞില്ല. അർത്ഥവും അസദ്വയം ചെയ്കയോ ത്യജിക്കയോ. ഭൃത്യവർഗവുമെന്തു ചെയ്താരെന്നറിഞ്ഞില്ല. സദ്വൃത്തന്മാരോ മറ്റു ദുർവൃത്തന്മാരോ മമ പുത്രന്മാരെന്നും അറിഞ്ഞില്ല ഞാനിവയെല്ലാം. ചിത്തത്തിൽ നിരൂപിച്ചു ദുഃഖമെന്നതു കേട്ടു പൃഥ്വീപാലനും വൈശ്യൻ തന്നോടു ചോദ്യം ചെയ്താൻ. ലുബ്ധന്മാരായ തവ പുത്രധാരാദികളാൽ തിക്തനാകിയ ഭവാനവരെ കുറിച്ചുള്ളിൽ പിന്നെയും സ്നേഹം വർദ്ധിച്ചിടുവാനെന്തു മൂലം. നന്നു നന്നിതു പാർത്താലെത്രയും ചിത്രം ചിത്രം.
എന്നതു കേട്ടു വൈശ്യൻ ഭൂപതിയോടു ചൊന്നാൻ, എന്നുടെ മനസ്സിലുമുണ്ടതു സത്യം തന്നെ. എന്തു ചെയ്വതു മമ മാനസത്തിങ്കലൊട്ടും ചിന്തിച്ചാലുറപ്പുണ്ടാകുന്നില്ല. കഷ്ടം കഷ്ടം, സ്നേഹമില്ലാത്ത പുത്രധാരാദി ബന്ധുക്കളിൽ സ്നേഹം വേർപ്പെടുന്നീല. മാനസത്തിങ്കലൊട്ടും ഗുണമില്ലാത്ത വിഷയങ്ങളിലനുദിനം പ്രണയം ഭവിപ്പതിനെന്തു കാരണമോർത്താൽ. ഇങ്ങനെ പറഞ്ഞൊരു വൈശ്യനും ഭൂപാലനും തങ്ങളിലൊരുമിച്ചു താപസൻ തന്നെ ചെന്നു വന്ദിച്ചു നിന്ന നേരം. താപസപ്രവരനും വന്ദിച്ചു സൽക്കാരം ചെയ്തിരുത്തി യഥായോഗ്യം. സൽക്കഥകളും പറഞ്ഞിരുത്തിയിരുന്നപ്പോൾ മുഖ്യനാം നൃപശ്രേഷ്ഠൻ വന്ദിച്ചു ചോദ്യം ചെയ്താൻ. ഭഗവൻ തപോനിധേ, നിന്തിരുവടിയോടു സുഖമേ ധരിപ്പാനായൊന്നുണ്ടു ചോദിക്കുന്നു. പുത്രഭൃത്യാദിജനം രാജ്യഭണ്ഡാരാദികൾ സത്വരമടക്കിക്കൊണ്ടെന്നെയും ഉപേക്ഷിച്ചാൽ. എന്നാലും അവർകളിൽ സ്നേഹവും മമത്വവും പിന്നെയും വളരുവാനെന്തു കാരണം മുനേ. വൈശ്യനാമിവനും എന്നെപ്പോലെ പുത്രന്മാരാൽ ദ്വേഷനായി നിരസ്തനായി ചമഞ്ഞാനിതു കാലം. നന്ദനന്മാരിലേറെ സ്നേഹവും വാത്സല്യവും മന്ദിരധനാദിയിലുള്ളൊരു മമത്വവും വർദ്ധിച്ചു ദുഃഖം പെരുതാകുന്നിതിവന്നുമെൻ ചിത്തകാമ്പിലും ദുഃഖമെത്രയും പെരുകുന്നു. ജ്ഞാനമുണ്ടെന്നാകിലുമേ ദൃശമിരുവർക്കും മാനസേ മൂഢത്വമുണ്ടാവതിനെന്തു മൂലം. സന്താപം വർദ്ധിപ്പിക്കുമജ്ഞാനമകലുവാൻ നിൻ തിരുവടിയരുൾ ചെയ്യണം തത്വജ്ഞാനം. ഇത്തം ഭൂപതിയുടെ ചോദ്യം കേട്ടതു നേരം തത്വജ്ഞനായ മുനിശ്രേഷ്ഠനുമരുൾ ചെയ്തു. സർവജന്തുക്കൾക്കുമുണ്ടോർക്കുമ്പോൾ ജ്ഞാനം പുനരവണ്ണമുള്ളിൽ, ജ്ഞാനം മനുഷ്യർക്കില്ല നൂനം. വെവ്വേറെ ജന്തുക്കൾക്കു വിഷയങ്ങളുമുണ്ടു. ദുർവാരമതു മഹൽ ജ്ഞാനികളാലുമോർത്താൽ. കേചിൽ പ്രാണികൾ ദിനാന്തങ്ങളായുള്ളു ഭുവി. കേചിൽ പ്രാണികളെല്ലാം രാത്രിയിലന്ധങ്ങളാം. തുല്യദൃഷ്ടികൾ മനുജന്മാരെന്നല്ലോ ചൊൽവൂ. സത്യമല്ലതു നിരൂപിച്ചാൽ കേവലം ജ്ഞാനം. ചിത്തത്തിൽ പശുപക്ഷി മൃഗജാതികൾക്കത്രേ. പക്ഷികൾ മുട്ടയിട്ടു പട്ടിണിയിട്ടു കിടന്നൊക്കവേ കൊതിപ്പിച്ചിരിച്ചരികെ ചേർത്തുകൊണ്ട് പക്ഷങ്ങൾ തോറും വച്ചു വളർത്തും ദിനം തോറും. ഭക്ഷിപ്പാൻ കൊക്കിൽ കൊത്തിക്കൊണ്ടെന്നു കൊടുത്തുടൻ നാൾ തോറും പറക്കുവാൻ പഠിച്ചു വളർക്കയാലേതുമേ മമത്വമില്ലവറ്റിലൊട്ടും. പിന്നെ മർത്യന്മാർ പുത്രന്മാരിൽ പ്രത്യുപകാരം ചിന്തിച്ചെത്രയും മോഹിക്കുന്നോരജ്ഞാനം നിമിത്തമായി. സൃഷ്ടിപാലനുമൂലമായി തൻ പ്രഭാവത്താൽ പുഷ്ടമോഹേന
നൃണാമജ്ഞാനം ഭവിക്കുന്നു. ദേവദേവേശനുടെ യോഗനിദ്രയായിടും ദേവി തൻ പ്രഭാവമത്യദ്ഭുതമല്ലോ പാർത്താൽ. മാധവനുടെ മഹാമായ തൻ പ്രഭാവത്താൽ ചേതനാരൂപം ജഗത്തൊക്കവേ മോഹിപ്പിപ്പൂ. വിദ്യാരൂപിണിയായ വിഷ്ണു തൻ മഹാമായ ഭക്തന്മാർക്കെല്ലാം മുക്തി കൊടുക്കുന്നിതു നൂനം. സ്വർഗപാലന സംഹാരങ്ങൾ ചെയ്തിടുന്നതും സ്വർഗാപവർഗങ്ങളെ ദാനം ചെയ്തിടുന്നതും ഭുക്തിമുക്തികൾ നൽകിയിടുന്നതും നാരായണ ശക്തിയാം മഹാമായാദേവി എന്നറിഞ്ഞാലും അതു കേട്ടൊരു നൃപൻ പിന്നെയും ചോദ്യം ചെയ്താൻ. മുദിതാത്മാവാം മുനിശ്രേഷ്ഠനോടതു നേരം മാധവനുടെ യോഗനിദ്രയാം മഹാമായ ബോധരൂപിണിയായ ദേവി എങ്ങനെയുള്ളൂ? യാതൊരിടത്തു നിന്നുണ്ടായതു മായാദേവി, യാതൊരു ജാതിരൂപം, യാതൊരു ജാതിനാമം, യാതൊരു ജാതിശീലം, യാതൊരു ജാതി കർമ്മം എന്നിവയെല്ലാം എനിക്കറിയാൻ തക്കവണ്ണമൊന്നൊഴിയാതെ അരുൾ ചെയ്യണം ദയാനിധേ. ഭൂപതിയുടെ ചോദ്യം കേട്ടു സന്തോഷം പൂണ്ടു താപസപ്രവരനുമരുളി ചെയ്തിടിനാൻ. വിഷ്ണുമായാദേവി തന്നുദ്ഭവാദികളെല്ലാം വിഷ്ണുമുഖ്യന്മാരാലും അറിഞ്ഞുകൂടായല്ലോ. പരബ്രഹ്മവും മഹാമായയും അതുപോലെ അറിഞ്ഞുകൂടാത്ത വസ്തുക്കളെന്നറിഞ്ഞാലും ആദ്യന്തം ബ്രഹ്മത്തിനും മായയ്ക്കുമില്ലാരാലും വേദ്യവുമല്ല നിത്യമായുള്ള വസ്തുവത്രേ. ചന്ദ്രനും ചന്ദ്രികയുമെന്നതുപോലെ പുനരൊന്നത്രേ വിചാരിച്ചു കാണിലെന്നറിഞ്ഞാലും രൂപനാമങ്ങൾ അംഗീകരിച്ചു കാര്യാർത്ഥമായി ഭൂപതേ കേട്ടുകൊള്ളുക തൻ പ്രകാരങ്ങളെല്ലാം. കൽപ്പാന്തേ ലോകമേകാർണവമായി ചമഞ്ഞ നാൾ സർപ്പേന്ദ്രതൽപേ വിഷ്ണുയോഗനിദ്രയും പൂണ്ടും തൽക്കാലേ വിഷ്ണുകർമ്മല സംഭൂതന്മാരായി വിഖ്യാതന്മാരാം മധുകൈടഭന്മാരെന്നു പേർ. രണ്ടസുരന്മാരുണ്ടായി വന്നവരിരുവരും കണ്ടിതു നാഭികമലത്തിങ്കലിരുന്നിടും. ബ്രഹ്മാവു തന്നെയപ്പോൾ കൊല്ലുവാനടുത്തിതു സമൂഹം പൂണ്ടു ഭയം കൊണ്ടു പത്മാസനനും ലോകനായകനുണഞ്ഞാരുടൻ വിരിഞ്ചനും യോഗനിദ്രയെ സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. നിൻ തിരുവടിയല്ലോ ലോകത്തെ സൃഷ്ടിച്ചുടൻ സന്തതം രക്ഷിച്ചു സംഹരിച്ചിടുന്നതോർത്താൽ നിൻ തിരുവടി ജഗത്തൊക്കവേ ധരിപ്പതും ചിന്തിച്ചാലറിഞ്ഞുകൂടാത്തൊരു മഹാമായ സന്ധ്യയും സാവിത്രിയും വേദമാതാവും നീയേ. ബന്ധമോക്ഷങ്ങൾ നൽകിയിടുന്നതും നീ താനല്ലോ.
ത്രിഗുണാത്മികയാകും പ്രകൃതിയാകുന്നതും സകലേശ്വരി മഹാവിദ്യയായിടുന്നതും ശ്രുതിയായതും മഹാമേധയായിടുന്നതും സ്മൃതിയായിടുന്നതും നിന്തിരുവടിയല്ലോ. കാളരാത്രിയും മഹാരാത്രിയും മോഹരാത്രി കാളിയും ശ്രീദേവിയും നിന്തിരുവടിയല്ലോ. ബുദ്ധിയായതും നീയേ, ലജ്ജയായതും നീയേ, ശക്തിയായതും നീയേ, ശാന്തിയായതും നീയേ, പുഷ്ടിയായതും നീയേ, തുഷ്ടിയായതും നീയേ, ഭുക്തിയായതും നീയേ, മുക്തിയായതും നീയേ. ഖഡ്ഗിനിയാകുന്നതും ശൂലിനിയാകുന്നതും ചക്രിണിയാകുന്നതും ശംഖിനിയാകുന്നതും ഗദിനിയാകുന്നതും ചാപിനിയാകുന്നതും മുസൃണ്ഠി ബാണപരിഖായുധയാകുന്നതും സൗമ്യയായിടുന്നതും ഘോരയായിടുന്നതും കാമ്യാംഗിയായ ദേവി നിന്തിരുവടിയല്ലോ. ശൗരീശാനനൻ ഞാനും നിന്തിരുവടിയുടെ കാരുണ്യം കൊണ്ടുണ്ടായ മൂർത്തിഭേദങ്ങളല്ലോ. നിന്തിരുവടിയുടെ ഗുണങ്ങളാധാരമായി സന്തതം സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുവാനായി അങ്ങനെ മരുവുന്ന നിന്തിരുവടി തന്നെ എങ്ങനെ സ്തുതിക്കുന്നു. ശക്തിയില്ലതിനാർക്കും മോഹിപ്പിക്കണം മധുകൈടഭന്മാരെ ഇപ്പോൾ. മോഹത്തെ നീക്കി ജഗത് സ്വാമിയെ ഉണർത്തണം. ഭാവത്തെ കൊടുക്കണമിവരെ വധം ചെയ്യുവാൻ. ദേവിക്കു നമസ്കാരം, മറ്റൊരാധാരമില്ല. യുദ്ധം ധാതാവു തന്നാൽ സ്തുതിക്കപ്പെട്ട ദേവി. ചിത്തകാരുണ്യം പൂണ്ടു സന്തുഷ്ടയായ നേരം നേത്രാസ്യനാസാബാഹു ഹൃദയവക്ഷോദേശാൽ സത്വരം വേർവിട്ടു നിന്നരുളീടിന നേരം. വേദാവും മായാദേവി തന്നെ കണ്ടാനന്ദിച്ചാൻ. നാഥനു ഉണർന്നെഴുന്നേറ്റിരുന്നരുളിനാൻ. ധാതാവു തന്നെ കൊൽവാൻ മധുകൈടഭന്മാരും ക്രോധം പൂണ്ടടുക്കുമ്പോൾ കാണായി മുകുന്ദനും വീരമത്തന്മാരായോരസുരന്മാരോടോതി ഘോരമാം വണ്ണം യുദ്ധം തുടങ്ങി ഭഗവാനും. വേഗമോടയ്യായിരം ദിവ്യവത്സരം കാലം ലാഘവം വന്നിടാതെ യുദ്ധം ചെയ്തൊരു ശേഷം മായാമോഹിതന്മാരും മധുകൈടഭന്മാരും നീനി ഞങ്ങളോടു വരം വാങ്ങിക്കൊള്ളുന്നാർ എന്നതു കേട്ടു നാഥനവരോടപേക്ഷിച്ചാനെന്നാലേ വധ്യന്മാരായി വന്നിടവേണം നിങ്ങൾ. മറ്റൊരു വരം വേണ്ട നിങ്ങളോടെന്നു കേട്ടു മുറ്റും വഞ്ചിതന്മാരാമസുരന്മാരുമപ്പോൾ. എന്തൊരു കഴിവു കൊള്ളാവതെന്നകതാരിൽ ചിന്തിച്ചു ഭഗവാനോടവരു മുര ചെയ്താർ. യുദ്ധവൈദഗ്ധ്യം കണ്ടു സന്തുഷ്ടന്മാരായി ഞങ്ങൾ മൃത്യുവന്നിടുന്നതുമെത്രയും ശ്ലാഘ്യം നിന്നാൽ.
വെള്ളത്തിൽ നിന്നു കൊന്നിടരുതു ഭവാനെന്നാലുള്ളിരിലുള്ളൊരു ഭയം ഞങ്ങൾക്കെന്നറിഞ്ഞാലും. എന്നതു കേട്ടു നാഥനങ്ങനെ തന്നെയെന്നു തന്നുടെ തുട തന്മേൽ വച്ചവരുടെ തല ചക്രത്താൽ ഖേദിച്ചതു കണ്ടൊരു വിരിഞ്ചനു മുൾക്കുരുന്നിങ്കൽ ഭയം തീർന്നു സന്തുഷ്ടനായാൻ. മധുകൈടഭന്മാർ തന്നുടെ മേധസ്സുകൊണ്ടു പൃഥിവീതലത്തെയും നിർമ്മിച്ചാൻ ജഗന്നാഥൻ. മേദിനി എന്നു നാമമതിനാലുണ്ടായതു ഭൂതധാത്രിക്കുമെന്നു ധരിക്ക നൃപോത്തമാ. ഏവം ബ്രഹ്മാവാൽ സ്തുതിക്കപ്പെട്ട മഹാമായാദേവിയും സമുൽപ്പന്നയായതെന്നറിഞ്ഞാലും ദേവി തൻ പ്രഭാവത്തെ ചൊല്ലുവനിനിയും ഞാൻ. സാവധാനാത്മക്കളായി കേട്ടുകൊള്ളുവിൻ നിങ്ങൾ. താപസപ്രവരനുമീ വണ്ണമരുൾ ചെയ്തു ഭൂപതി സുരധനും വൈശ്യനും പ്രീതി പൂണ്ടാർ. ദേവീ മാഹാത്മ്യം പ്രഥമധ്യായം കഴിഞ്ഞിതു പാവനബുദ്ധ്യാ പറഞ്ഞിടുവൻ കേട്ടുകൊള്ളുവിൻ. ശ്രീദേവി മാഹാത്മ്യം കിളിപ്പാട്ട്. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ദേവി